ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇത് ഡ്രൈവിംഗ് ക്ലാസ് പോണ ഒരു വീഡിയോ, ഒരു മേക്കപ്പ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട്. അപ്പം അത് കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ള ഒരു ഇതാണ് കേട്ടോ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ഡ്രൈവിംഗ് ക്ലാസ്സിനൊക്കെ പോയി വന്നിട്ട് നല്ല വെയിലായിരുന്നു കേട്ടോ. സൺസ്ക്രീൻ ഇട്ടാൽ പോലും ഫുള്ളായിട്ട് അങ്ങ് ടാൻ അടിക്കുന്നത് അത്രയും വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ സോ വന്ന ഉടനെ തന്നെ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് സിംപ്ലിൻ്റെ റിഫ്രഷിങ് ഫേസ് വാഷാണ്. ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക അടിപൊളിയായിട്ടുള്ള ഫേസ് വാഷാണ് കേട്ടോ. അപ്പം അത് ആണ് കേട്ടോ ഞാനിപ്പോൾ യൂസ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. വേറെ ഉണ്ട്, വേറെ ഒന്ന് രണ്ട് ഫേസ് വാഷ് കൂടി ഞാൻ യൂസ് ആക്കുന്നുണ്ട്. ഇപ്പോൾ പുറത്തൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫേസ് വാഷാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരുപോലെ സിട്ടാവുന്ന ഒരു ഫേസ് വാഷ് കൂടിയാണ് ഈ ഒരു സിംപ്ലിൻ്റെത്. ഭയങ്കര സിമ്പിളാണ്, അതിൻ്റെ പേര് പോലെ തന്നെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണ് കേട്ടോ. ഇപ്പോൾ ഫേസ് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി അടുത്തതായി ടാനൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫേസ് പാക്കാണ് കേട്ടോ ഇടാൻ പോകുന്നത്. ഈ ഫേസ് പാക്കിന് ഇതിൻ്റെ പൗഡർ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പാലാഴി എന്നാണ്. ഇപ്പം അത് റീബ്രാൻഡ് ചെയ്തിട്ട് വിശ്വേക എന്ന് പേര് മാറ്റിയിട്ടുണ്ട്. സോ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന മുഖലേപം പൗഡറാണ് കേട്ടോ ഈ ഒരു ബോക്സിലുള്ളത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 150 200 300 അത്രയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇവരുടെ റേറ്റ് കൂടുതലാണ്, പക്ഷേ റേറ്റ് കൂടുതലാണെങ്കിലും റിസൾട്ട് അടിപൊളിയാണ്. ഇതൊക്കെ ഈ പാലാഴിയുടെ അല്ലെങ്കിൽ വിശ്വേകയുടെ സിഗ്നേച്ചർ പ്രോഡക്റ്റ് കൂടിയാണ് കേട്ടോ. അതിൻ്റെ ഒരു മുഖലേപം ആ ഒരു പൗഡർ എടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ഓറഞ്ച് പീൽ പൗഡറും കൂടി മിക്സ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടി ഞാൻ മിക്സ് ആക്കുന്നത് തൈരിലോ പാലിലോ, ഇത് രണ്ടിലേതില്ലെങ്കിലും നിങ്ങൾക്ക് മിക്സ് ആക്കി കൊടുക്കാം. എനിക്ക് തോന്നുന്നു പാലിൽ മിക്സ് ചെയ്യുമ്പോഴത്തേക്കാണ് കേട്ടോ കുറച്ചുകൂടി നല്ല റിസൾട്ട് കിട്ടുന്നത്. നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് നിങ്ങൾക്ക് പാലിലോ തൈരിലോ ഇതിലേതിൽ വേണമെങ്കിലും മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ മിക്സ് ചെയ്തത് തൈരിലാണ്. നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഫേസിൽ എൻ്റെ നെക്കിൽ ഞാൻ ഫുള്ളായിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡെയിലി ഇപ്പോൾ ഓഫീസാണെങ്കിലും കോളേജ് ആണെങ്കിലും ഒക്കെ പോയിട്ട് വന്നിട്ട് നിങ്ങൾക്ക് ഡെയിലി വൈകുന്നേരം ഈ ഒരു പാക്ക് അടിപൊളിയായിട്ട് വർക്കാവുന്ന ഒരു പാക്കാണ് കേട്ടോ. നിങ്ങൾക്ക് ഡെയിലി ഇത് നിങ്ങൾക്ക് നൈറ്റിൽ ഇട്ട് കൊടുക്കാം. ഒരു 15 മിനിറ്റ്സ് 20 മിനിറ്റ്സ് ആകുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആവും. എന്നിട്ട് എന്താ ചെറിയൊരു മസാജ് കൊടുത്തിട്ട് ഫേസ് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അടിപൊളി റിസൾട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ചെയ്യുവാണെങ്കിൽ ഒരു 1 മന്തൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ല കിട്ടില്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു പൗഡർ നമ്മൾ ബോഡിയിൽ അപ്ലൈ ചെയ്യത്തില്ല, നമ്മൾ ഫേസിലെ നെക്കിൽ മാത്രമാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ ഒരു ഓറഞ്ച് പീൽ പൗഡർ വേണമെന്നില്ല, ഇത് മാത്രമായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സാധനം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുമാത്രമല്ല ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ കൊറിയർ സർവീസ് അവൈലബിൾ ആണ് കേട്ടോ. അവർക്ക് വിളിച്ച് പറഞ്ഞ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് അവർ കൊറിയർ ചെയ്ത് തരും. ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഓഫീസിൽ പോയിട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ അത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഇങ്ങനെ നനച്ചു കൊടുക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഫേസിൽ പോറൽ വീഴാനൊക്കെ ഒരു ചാൻസ് ഉണ്ട്. അപ്പം ആദ്യം ഒന്ന് ഫേസ് നന്നായിട്ടൊന്ന് നനച്ചു കൊടുത്തതിന് ശേഷം ഒരു ചെറുതായിട്ടൊരു ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് ഒന്ന് മസാജ് ചെയ്യുക. മസാജ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്ത് കളയുക കേട്ടോ. അതാണ്. അതുമാത്രമല്ല ഞാൻ ഡെയിലി ഒരു പാക്കല്ല യൂസ് ചെയ്യുന്നത്, മാറ്റി 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 ഞാൻ ഫേസ് പാക്ക് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇത് ഞാൻ ഡ്രൈവിംഗ് ക്ലാസ്സിൽ പോയി വന്ന ഉടനെ ചിലപ്പോൾ യൂസ് ചെയ്യാറുണ്ട്, പുറത്ത് പോയിട്ട് വന്ന ഉടനെ യൂസ് ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ നൈറ്റ്.
അപ്പോൾ നമ്മുടെ ഫേസൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ചായ കുടിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്നിലേ ഞാൻ ചായ വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഞാൻ നൂഡിൽസാണ് കേട്ടോ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതാകുമ്പോൾ വളരെ സിമ്പിളായിട്ട് ഈ ചില ദിവസങ്ങളിൽ എനിക്ക് അങ്ങനെ ചോറ് കഴിക്കാനായിട്ടൊരു ത്വര വരത്തില്ല. അപ്പം ആ ദിവസങ്ങളിൽ ഞാൻ കഴിക്കുന്നത് ഇതുപോലെ നൂഡിൽസ് ഉള്ളത് കേട്ടോ. അപ്പം നൂഡിൽസും ചായയാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇത് വടയാണ് കേട്ടോ, ഉഴുന്ന വടയും ചട്നി. പക്ഷെ ഞാനിപ്പോൾ അതെടുക്കുന്നില്ല. ഇപ്പോൾ ഞാൻ നൂഡിൽസും ചായയും വെച്ചിട്ട് ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഇതാണ് ഇന്നത്തെ എൻ്റെ 3 മണിക്കുള്ള ചായയുടെ കടി എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വീട് കുറച്ച് വൃത്തിയാക്കാനുണ്ട്. വെച്ചാൽ നമ്മുടെ കാർപോഷൻ നമ്മുടെ പുതിയൊരു അതിഥി കൂടി നമ്മുടെ വീട്ടിലോട്ട് വരുന്നുണ്ട്. സോ അപ്പം അവിടെ ഫുള്ള് ഇങ്ങനെ വിറകും അങ്ങനെ വെച്ചിട്ട് വച്ചേക്കുവാണ്. അപ്പോൾ വണ്ടി വരുമ്പോഴത്തേക്ക് 2 വണ്ടി വെക്കാൻ കണക്കാക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ ഫുള്ള് ഇനിയിപ്പോൾ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതെല്ലാം എടുത്തിട്ട് ഇനി ബാക്ക് സൈഡിലേക്ക് മാറ്റണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി കൊണ്ടുവരുന്ന സമയത്ത് വണ്ടിയിൽ സ്ക്രാച്ച് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. സോ അതെല്ലാം ഫുള്ളായിട്ട് എടുത്ത് ബാക്കിലോട്ട് ആക്കുവാണ്. അപ്പോൾ അതേ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഫുള്ളായിട്ട് ഇനി ക്ഷീണിച്ചു. അപ്പോൾ ഇനി ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വരണം. ഇവളവിടെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ഇത് നമ്മുടെ വീട്ടിലെ താമരയാണ് കേട്ടോ. അപ്പോൾ അതിലിങ്ങനെ താമരയല്ല കേട്ടോ, അത് പാമ്പലിങ്ങനെ മൊട്ട് വന്നിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഞാൻ ഒരു 3 റേറ്റ് കൂടി ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. സോ ഇനി അതിൻ്റെ ഒരു ബാസ്ക്കറ്റ് വാങ്ങിച്ചിട്ട് വേണം എനിക്ക് അതിലേക്കൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ഡെയിലി ഒരു പൂവെങ്കിലും ഉണ്ടാവും കേട്ടോ. ഇതാണ് കേട്ടോ അതിൻ്റെ കളർ, ഇത്രയും വിരിയത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലിലേക്ക് ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ.